ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറാണ് വണ്ടി. അതിൻ്റെ എൻജിൻ വർക്കും അതേപോലെ അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻജിൻ വർക്ക് നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ 1 വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്തതാണ്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ വാറണ്ടി പീരീഡ്. അതിനകത്ത് നമുക്ക് 3 സർവീസ് ചെയ്യണം. അതായത് ഒന്ന് ഫസ്റ്റിലത്തെ ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ ചെയ്യണം. പിന്നത്തെ നമുക്ക് ഓരോ 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. സർവീസ് മീൻസ് ഫസ്റ്റിലത്തെ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എൻജിൻ ഓയിൽ മാറണം, അതേപോലെ ഫിൽട്ടർ ക്ലീനിങ് അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യണം. എന്നാലും നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ അത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ എൻജിൻ്റെ ഭാഗങ്ങൾ നമ്മൾ അഴിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും നമ്മൾ അയച്ചിട്ടുണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ കിടക്കണമുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ ആദ്യമേ ഒരു 2 പ്രാവശ്യം സെറ്റ് ചെയ്തേക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് ഇതേപോലെ അസംബ്ലി ആയിട്ടാണ് മാറ്റിയാണ്. അതേപോലെ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഗിയറിൻ്റെ 3rd ഗിയർ സ്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. 3rd ഗിയർ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ 3rd ഗിയറും അതിനോട് കണക്ട് ചെയ്ത് വന്ന 2nd ഗിയറും കൂടിയിട്ട് വേണം അതിൻ്റെ വീലുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഗിയർ വീലുകൾ 4 ഗിയർ വീല് മാറ്റിയേക്കുന്നത് കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും കൂടിയിട്ടാണ്. 3ഡിൻ്റെയും 2ഡിൻ്റെയും കൂടി വരുമ്പോൾ 4 വീല് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് ഫുൾ സെറ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിടക്കുന്നതൊക്കെ ഒരു കുറഞ്ഞ കമ്പനിയുടെയാണ്. നമ്മൾ ഉപയോഗിച്ചാണ് പാർട്സുകളൊക്കെ ജെനുവിൻ പാർട്സുകളാണ്. ഹീറോൻ്റെ കമ്പനി പാർട്സുകൾ തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഹെഡിനകത്ത് വന്നേക്കുന്നത് റോക്കറാമൊക്കെ അത്യാവശ്യം തേയ്മാനം ഇവിടെ സ്റ്റെപ്പ് പോലെ വന്നേക്കുന്നത് കൊണ്ട് റോക്കറാം സെറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഗിയറിൻ്റെ ഫോർക്ക് ഇതിവിടെ സൈഡ് കയറി പിടിച്ചേക്കാണ്. ഇതുണ്ടോ, ഇത്രയും പിടിച്ചിട്ട് തേയ്മാനം വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗിയറിൻ്റെ ഫോർക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ എഞ്ചിൽ തന്നെ ടൈമിങ് ചെയിന്, അതിനോടനുബന്ധിച്ച് തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ്ങും ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്തതാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ മെയിൻ സ്റ്റാൻഡ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. മെയിൻ സ്റ്റാൻഡൊക്കെ തുരുമ്പിട്ടാകെ ഒടിഞ്ഞ് വിട്ടു പോയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ചെയിൻ പോക്കറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഹാൻഡിലിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഈ വൈസർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേ ബ്രാക്കറ്റ് കംപ്ലയിൻറ്റ്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് അസംബ്ലിയൊക്കെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ആക്സിലേറ്ററുകൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ അഴിച്ചപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഈ കിക്കർ ഷാഫ്റ്റിൻ്റെ മില്ലിങ് കംപ്ലയിൻ്റുള്ള കിക്കർ ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ കിക്കർ അസംബ്ലിയും മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നീട് ഒരു പണി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണ വർക്ക് പക്ക നീറ്റായിട്ട് ചെയ്തേനെ, ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് 2 കംപ്ലയിൻസുകളുണ്ട് അതിനകത്ത്. ഒന്ന് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് വണ്ടിക്ക് നല്ലൊരു പൊളച്ചിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു കാരണം ഈ ടയറിൻ്റെയാണ്. ഈ മോഡൽ ടയർ ചൂസ് ചെയ്തത് തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വരും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹബിൻ്റെ ബെയറിങ്ങിൻ്റെ സീറ്റിംഗ് കംപ്ലയിൻറ്റാണ്. അപ്പോൾ ഇതിന്മേ സീറ്റിംഗ് അടിക്കുന്നതിൽ നല്ലത് ഹബ്ബ് ചേഞ്ച് ചെയ്യണതായിരിക്കും. അത്യാവശ്യം ഇപ്പോൾ തന്നെ ആവറേജ് നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നെക്സ്റ്റ് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അഴിച്ച് മാറ്റിയാൽ മതി. അതാണ് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. നല്ല അടിയാണ്, അടിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഈ വർക്കിനകത്ത് പെടുത്തില്ല. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കുകൾ ബാക്ക് സൈഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 കംപ്ലയിൻറ്റ് നിലവിൽ വണ്ടിക്കുണ്ട്. ബാക്കിയത്തെ എല്ലാ വർക്കും തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ ഒന്നും ഉണ്ടായി, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഭാഗം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ആസിഡ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആസിഡ് ലെവൽ കുറവായിരുന്നു, അതൊക്കെ ഫില്ല് ചെയ്ത് ചാർജ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് വർക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ എൻജിൻ വർക്കിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റിലത്തെ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 1 മാസമാണ്, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ. ഇതിൻ്റെ ഓൾറെഡി സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ ശരിക്കും വണ്ടിയുടെ മെയിൻ്റനൻസ് വരുന്നതെല്ലാം കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കിലോമീറ്റർ ഓട്ടം ആവറേജ് നമുക്കിപ്പോൾ ഒരു 1000 കിലോമീറ്ററാണ് ഒരു മാസം ഓടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ സർവീസ് കൃത്യമായിട്ട് ചെയ്തോണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ മീറ്ററിൻ്റെ കേസ് ക്ലിയർ ചെയ്തില്ല, എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ചേഞ്ച്, എഞ്ചിനും കിട്ടേണ്ട സർവീസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിൻ നല്ല ലൈഫ് കിട്ടും. ഓർത്തിരിക്കുക, നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മൾ സർവീസിൽ ആദ്യത്തെ 1 മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഈ കവർ അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ സ്ക്രീൻ ഫിൽറ്റർ വന്നിട്ടുണ്ട്. അത് ശരിക്കും ബ്ലോക്ക് വരും. കാരണം നമ്മൾ അഴിച്ച് ക്ലീനൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് അത്യാവശ്യം ചെറിയ പൊടിയോ കാര്യങ്ങൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഈ ഫിൽറ്ററിൽ വന്നിട്ട് ബ്ലോക്ക് വരും. ഒരു ചെറിയ നെറ്റ് പോലത്തെ റേറ്റാണ്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിലത്തെ 1 മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയുന്നത് ടെസ്റ്റ്. പിന്നെ നമുക്ക് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സൗണ്ട് വേരിയേഷൻ വരും. അത് ടാപ്പറ്റ് വാൽവ് എന്ന് പറയും. വാൽവ് ലൂസാവും. ആ ലൂസാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ട് കാണിക്കും. അതൊരു കംപ്ലയിൻ്റ് അല്ല, അത് നോർമൽ അങ്ങനെ വരും. നമ്മൾ അയച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ സെറ്റിങ്സ് കറക്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ ആ സർവീസിൽ തന്നെ ക്ലിയർ ചെയ്യണ സമയത്ത് അത് മാറിപ്പോയിക്കോളും.
പിന്നെ ഓൾറെഡി മൈലേജിൽ എന്തെങ്കിലും വേരിയേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ട്യൂൺ ചെയ്യാനൊക്കെയാണ് ഫസ്റ്റിലത്തെ സർവീസിനകത്ത് കറക്റ്റ് കൊണ്ടുവരാൻ പറയുന്നതിൻ്റെ കേസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. പിന്നെ അതിനകത്ത് ഓയിൽ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിൻ്റെ എൻജിൻ നോയ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പൽസറി ആയിട്ട് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് പറയേണ്ട കേസ്. ഇതൊക്കെ പിന്നെ അതിന് ശേഷം നമുക്ക് ഓരോ 4 മാസം കൂടുമ്പോഴാണ് അതിൻ്റെ സർവീസ് വരാം. അതായത് എൻജിൻ ഓയിൽ മാറണം, ജനറലായിട്ട് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം വേറെ ഒന്നുമില്ലെങ്കിൽ പോലും എൻജിൻ്റെ ഭാഗം വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഹോൾഡർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് കാർബറേറ്റർ ക്ലീനിങ് ആണ് ചെയ്തേക്കണേ. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്തേക്കണത്. അപ്പോൾ നമുക്കൊരു 1 ഇയർ വാറണ്ടിയാണ് എൻജിനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് അതിൻ്റെ സർവീസ് ഹിസ്റ്ററി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവുകയും ഓൾറെഡി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും യൂട്യൂബിലടക്കം അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി കറക്റ്റാണെങ്കിൽ നമുക്ക് വാറണ്ടി ഓൾറെഡി കിട്ടും 100% ഗ്യാരണ്ടിയിൽ. പിന്നെയെന്ന് വെച്ചാൽ 12,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ, അതാണ് നമ്മൾ പറയുന്ന വാറണ്ടി. പക്ഷേ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എൻജിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ 100% നമുക്ക് നല്ല ലൈഫ് കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയത്തെ കേസുകളൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ. ഇപ്പോൾ ബ്രേക്ക് ചെയിനൊക്കെ നമ്മളിപ്പോൾ ചെയിൻ അടിക്കേണ്ടി ഓൾറെഡി ടൈറ്റ് ചെയ്യും, ബ്രേക്ക് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യും. പക്ഷേ എൻജിൻ സർവീസ് കറക്റ്റായിട്ട് കിട്ടാമെന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആദ്യത്തെ ആ ഒരു 500 കിലോമീറ്ററിൻ്റെയും ഒന്ന് സ്പീഡൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് ഓവർ ലോഡ് എടുക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കുറച്ചുകൂടി പെർഫെക്റ്റ് ആകും. ആ പുതിയ റിങ്സും കാര്യങ്ങളൊക്കെ കിടക്കണം. അപ്പോൾ അതിനെ ഓവർ ലോഡ് കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നോർമൽ രീതിയിലുള്ളതൊക്കെ ഓവർ സ്പീഡ് യൂസ് ചെയ്യാതിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 100 കിലോമീറ്റർ കൂടുതലൊക്കെ ഓടിക്കാതിരിക്കുക. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് കൊടുത്ത് ഓടിച്ചെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അത്രയും കേസുകളുള്ള മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് എൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ കിട്ടും. ഓക്കെ.